വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ. അനൂസ് കിച്ചണിൽ നമ്മൾ വെണ്ടയ്ക്കയും തൈരും കൊണ്ട് ഒരു ഒഴിച്ച് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്കൊരു പാനിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ നിറമൊന്നും ഒരുപാടങ്ങ് കറുത്തു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ആ പച്ച കളറോട് കൂടെ തന്നെ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് വെണ്ടയ്ക്കയിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ 2-3 ചെറിയ ഉള്ളിയും ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുക്കാം. നന്നായിട്ട് മഷി പോലെ അരഞ്ഞു കിട്ടണം. ഇനി ആ പാനിൽ അല്ലെങ്കിൽ മറ്റൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം നീളത്തിൽ കീറി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് അത് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക, നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ, കാരണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒരുപാടൊന്ന് വെന്ത് പിരിയണ്ട, ജസ്റ്റ് ഒന്ന് തിള വന്ന് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് തൈരൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും തിളക്കിയൊന്നും വേണ്ട, ജസ്റ്റ് തൈര് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും ചോറിന് പറ്റിയ ഒരു അടിപൊളി കറി റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ.